അല്ല, ഞാൻ ആ വിവാദം പല രീതിയിൽ എങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുഖ്യമന്ത്രിയാണ്, ഞാൻ നേരിട്ട് ചോദിക്കും. അതിൽ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞത് വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കില്ല. എന്താണ് അതിന് സംഭവിച്ചത് എന്ന് ഞാൻ ചോദിക്കണം. അത് ഉത്തരവാദിത്വം എൻ്റെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ജനങ്ങളും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനവർക്ക് നാളെ മറുപടി കൊടുക്കണം എങ്കിൽ ഞാനത് മുഖ്യമന്ത്രിയായിട്ട് ചോദിക്കും. ചോദിച്ചു കഴിയുമ്പം പുള്ളി എന്നോട് എനിക്കെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ ഈ സബ്മിഷനിൽ നിന്ന് എനിക്കറിയില്ല. അത് ചോദിക്കുമ്പം എൻ്റെ തെറ്റാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. അതല്ല, ഇനി വേറെ വല്ല വിഷയത്തിലുമാണ് പുള്ളി അത് അങ്ങനെ സംസാരിച്ചതെങ്കിൽ അത് നിങ്ങളോട് ഞാൻ പറയാം. കാരണം അതിനകത്തിൽ കാരണം ഇത് എന്നെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ബാധിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള ഒന്നുമല്ല. കുട്ടനാടിൻ്റെ ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രാദേശിക അവധിയാണ്. എനിക്ക് തോന്നില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ഇത് വല്ലതും ഉണ്ടോന്ന്. എന്ത് സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ ചോദിക്കും. ആ ചോദിച്ചതിന് ശേഷം നിങ്ങളെ കണ്ട് അതിന് മറുപടി പറയുന്നതായിരിക്കും. മുഖ്യമന്ത്രിയായിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നാളെയും മറ്റന്നാളും അടുത്ത 3 ദിവസം നിയമസഭയുണ്ട്. ഞങ്ങളൊരു 6-7 മണിക്കൂർ നിയമസഭയിൽ ഒന്നിച്ചിരിക്കുന്നവരാണ്. അവിടെ സംസാരിച്ച് തീർക്കാം. അത്ര വലിയൊരു പ്രാധാന്യം കാരണം ഇതിന് കൊടുക്കുന്നില്ല. കാരണം കഴിഞ്ഞ വർഷം മൂലം വള്ളംകളിക്ക് അവധി ഉണ്ടായിരുന്നു, ഈ വർഷം ഇല്ല എന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് അതിനെ വലിയ പ്രധാനപ്പെട്ട ഒന്നായിട്ട് കാണാം. ഇത് ഒരു ആവശ്യം ഉന്നയിച്ചാൽ ഉടനെ അത് അനുവദിച്ച് തരണം എന്ന് പിടിവാശിയൊന്നുമില്ല. ഇനിയും സമയമുണ്ട്. അപ്പോൾ അത് ഈ ഒരു പ്രതികരണം ഇരുന്നതിന് ശേഷം പറഞ്ഞതാണല്ലോ, ഒരു ഇരട്ടത്താപ്പ് പോലെ ആയിപ്പോയത്. അത് ഏത് സാഹചര്യം? ഇപ്പം സ്പീക്കർ പറഞ്ഞു നിന്നുകൊണ്ട് നിയമസഭയിൽ പറയുന്നതാണ് റെക്കോർഡഡ് ആയിട്ട് വരുന്ന നമ്മുടെ നിയമത്തിലുള്ളത്. അത് തന്നെയാണ് ഇരുന്നുകൊണ്ട് പറഞ്ഞത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്നുള്ളതാണ്. കാരണം അതല്ലാതെ എന്താണെന്ന് എനിക്ക് എൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് കേൾക്കാതെ അതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ അത് നാളെ അങ്ങനെയല്ല എന്ന് വരുമ്പോൾ എനിക്കത് വിഷമമുണ്ടാക്കും. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എൻ്റെ ഒരു ഭയം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ഇതിനകത്തിലെല്ലാം നമ്മൾ നാളെ കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും അറിയാത്ത നൂറുകണക്കിന് പ്രശ്നങ്ങളിൽ പാവപ്പെട്ടവർ ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒത്തിരിയും സബ്മിഷൻ എനിക്ക് വരും കാലങ്ങളിലും കൊടുക്കേണ്ടി വരും. അത് എന്തായിരിക്കുമെന്നൊരു ഭയം എൻ്റെ ഉള്ളിൽ ഉണ്ടാകാതിരിക്കാൻ ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിക്കണം, അറിയണം എന്താണെന്ന്. അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. ഇതല്ലാതെ ഈ അവസരത്തിൽ നിങ്ങളോട് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. പോരെ?